ടൈറ്റാനിക് എന്ന ആഡംബര കപ്പലിനെ പറ്റി കേട്ടിട്ടില്ലാത്ത ആരും തന്നെ ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. കഥകളിലൂടെയും സിനിമയിലൂടെയും എല്ലാം ഈ വളരെ വലിയ ഷിപ്പിനെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ടാവും. മഞ്ഞുമലയിൽ ഇടിച്ചാണ് കപ്പൽ മുങ്ങിയത് എന്ന കഥയാവും നമ്മൾ മിക്കവരും കേട്ടിട്ടുണ്ടാവുക. എന്നാൽ ഇതുമാത്രമായിരിക്കുമോ ടൈറ്റാനിക്കിനെ തകർത്തിട്ടുണ്ടാവുക? നമുക്കൊരിക്കൽ കൂടി ടൈറ്റാനിക്കിൻ്റെ ചരിത്രത്തിലൂടെ പോയി നോക്കാം. 1912 ഏപ്രിൽ 10 ഇംഗ്ലണ്ടിലുള്ള സൗത്താംപ്ടണിൽ നിന്നാണ് RMS ടൈറ്റാനിക് അതിൻ്റെ ആദ്യ യാത്ര പുറപ്പെടുന്നത്. നീണ്ട 2 വർഷത്തെ പ്രയത്നത്തിനൊടുവിലാണ് 269 മീറ്റർ നീളമുള്ള അന്നത്തെ കാലത്തെ തന്നെ ഏറ്റവും വലിയ കപ്പൽ നിർമ്മിക്കപ്പെട്ടത്. അൺസിങ്കബിൾ ഷിപ്പ് എന്ന ലേബലോടെയായിരുന്നു RMS ടൈറ്റാനിക്കിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. അതിനാൽ തന്നെ ലോകമെമ്പാടുമുള്ള ആളുകൾ ഈ ആഡംബര കപ്പലിൽ യാത്ര ചെയ്യാനായി എത്തി. അങ്ങനെ 1912 ഏപ്രിൽ 14 രാത്രി ന്യൂയോർക്കിലേക്കുള്ള ആദ്യ യാത്രയിൽ തന്നെ മഞ്ഞുമലയിൽ ഇടിച്ച് ടൈറ്റാനിക് മുങ്ങുകയാണ് ഉണ്ടായത്. ഏകദേശം 1500-ലേറെ ആളുകൾ ഈ അപകടത്തിൽ മരണപ്പെടുകയും ഉണ്ടായി. എന്നാൽ വെറും ഒരു മഞ്ഞുമലയിൽ ഇടിച്ചതുകൊണ്ട് മാത്രം ഇത്രയും വലിയ കപ്പൽ എങ്ങനെ മുങ്ങുമെന്ന ചോദ്യമാണ് ഇന്നും ഗവേഷകരെ ചുറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ടൈറ്റാനിക് ആൻഡ് ദ മിസ്റ്ററി ഷിപ്പ് എന്ന ബുക്കിൻ്റെ എഴുത്തുകാരനായ സെനാൻ മൊളോണിയുടെ വാദങ്ങളാണ് ഏറ്റവും ഒടുവിൽ RMS ടൈറ്റാനിക് അപകടത്തിൽപ്പെട്ടത് മഞ്ഞുമലയിൽ ഇടിച്ചതുകൊണ്ട് മാത്രമല്ല, മറ്റു ചില കാരണങ്ങൾ കൂടി ഇതിന് പിന്നിലുണ്ടെന്ന്. ഏകദേശം 30 വർഷത്തെ റിസർച്ചിന് ശേഷമാണ് അദ്ദേഹം ഇത്തരമൊരു കൺവിൻസിംഗ് ആയ കണ്ടെത്തലുമായി എത്തിയത്. അദ്ദേഹത്തിൻ്റെ വാദം ഇപ്രകാരമായിരുന്നു: ടൈറ്റാനിക് അതിൻ്റെ ആദ്യ യാത്ര തുടങ്ങുമ്പോൾ തന്നെ അതിൻ്റെ കോൾ ബങ്കറിൽ, അതായത് കപ്പലിന് ആവശ്യമായ കൽക്കരി സൂക്ഷിച്ചിരുന്നിടത്ത് തീപിടുത്തം ഉണ്ടായിട്ടുണ്ട്. അതിനാലാണ് കപ്പലിൻ്റെ ഈ ഒരു വശത്തായി ഇത്രയും വലിയൊരു ഡാർക്ക് സ്പോട്ട് ഉണ്ടായതെന്നും. എന്നാൽ ഷിപ്പിൻ്റെ ക്യാപ്റ്റനും ബാക്കി ജോലിക്കാരും ഇതറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആദ്യ യാത്ര തുടങ്ങിയതെന്നും സാമ്പത്തിക ലാഭം മുന്നിൽ കണ്ടായിരിക്കാം ഇത്തരത്തിലൊരു ഗുരുതര വീഴ്ച മറച്ചുവെച്ചത് എന്നും പ്രതീക്ഷിക്കാം. എങ്കിലും ഇത്തരമൊരു വീഴ്ചയ്ക്ക് 100 കണക്കിന് ആളുകളുടെ ജീവൻ നൽകേണ്ടി വരുമെന്ന് ഈ അപകടത്തിൽ മരണമടഞ്ഞ ക്യാപ്റ്റൻ എഡ്വേർഡ് സ്മിത്ത് പോലും കരുതിയിട്ടുണ്ടാവില്ല. ഇക്കാര്യങ്ങളൊക്കെ ബാക്കിയുള്ളവരെ അറിയിച്ചാൽ ടൈറ്റാനിക്കിൻ്റെ ഉടമകൾക്കുണ്ടാവാൻ സാധ്യതയുള്ള കടബാധ്യതകൾ കണ്ടിട്ടാവണം ഇത്തരമൊരു അപകടകരമായ യാത്രയ്ക്ക് കപ്പൽ പുറപ്പെട്ടത്. ഗവേഷകരുടെ കണ്ടെത്തലനുസരിച്ച് 3 ആഴ്ചയോളം നീണ്ട കോൾ ബങ്കറിലെ തീപിടുത്തം ടൈറ്റാനിക് നിർമ്മിക്കാൻ ഉപയോഗിച്ച സ്റ്റീലിനെയും അയണിനെയും എല്ലാം ബാധിച്ചിട്ടുണ്ടാവും എന്നാണ്. അതിനാലാണ് ആ ഒരു അപകടത്തിന് ഇത്രയും തീക്ഷ്ണത കൂടിയത് എന്ന വാദം ഉയർന്നു വന്നത്. തീപിടുത്തം കപ്പലിന് 75% ബലക്ഷയം ഉണ്ടാക്കിയിട്ടുണ്ടാവാമെന്നാണ് ഗവേഷകർ പറയുന്നത്. അല്ലായിരുന്നെങ്കിൽ മഞ്ഞുമലയിൽ ഇടിച്ചെങ്കിൽ പോലും ഇത്ര വലിയൊരു അപകടം അവിടെ നടക്കാനുള്ള സാധ്യതകൾ കുറവായിരുന്നെന്നും. എന്നാൽ ആ ഒരു ദുർബലമായ ഏരിയ തന്നെ മഞ്ഞുമലയിൽ ഇടിച്ചു എന്നത് ടൈറ്റാനിക്കിനെ സംബന്ധിച്ചിടത്തോളം നിർഭാഗ്യകരമായ ഒരു കാര്യമാണ്. അതുപോലെ 2200ഓളം ആളുകൾ സഞ്ചരിച്ച RMS ടൈറ്റാനിക്കിലുണ്ടായിരുന്നത് വെറും 20 സേഫ്റ്റി ബോട്ടുകൾ മാത്രമായിരുന്നു എന്നതും വളരെ വിചിത്രമായ കാര്യമാണ്. 32 സേഫ്റ്റി ബോട്ടുകളെങ്കിലും വേണ്ട സാഹചര്യത്തിലായിരുന്നു ഇത്. കൂടുതൽ സേഫ്റ്റി ബോട്ടുകൾ കപ്പലിൽ അറേഞ്ച് ചെയ്യാനുള്ള ബുദ്ധിമുട്ടും അതുപോലെ തന്നെ ആഡംബര കപ്പലിൻ്റെ ഭംഗിയെ അത് ബാധിച്ചേക്കാമെന്ന കാരണവും ഇതിനു പിന്നിലുണ്ടായിരുന്നു എന്നാണ് കണ്ടെത്തൽ. കണക്ക് പ്രകാരം 32 സേഫ്റ്റി ബോട്ടുകൾ ടൈറ്റാനിക്കിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ 1500ഓളം ആളുകൾക്ക് ജീവൻ നഷ്ടമാവുകയില്ലായിരുന്നു. അതുപോലെ ക്യാപ്റ്റൻ എഡ്വേർഡ് സ്മിത്തിൻ്റെ സന്ദർഭോചിതമല്ലാത്ത ചില തീരുമാനങ്ങളും രക്ഷാപ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിച്ചുവെന്നാണ് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടവർ അവകാശപ്പെട്ടത്. 10 മിനിറ്റിനുള്ളിൽ സേഫ്റ്റി ബോട്ടുകൾ ഇറങ്ങേണ്ട സ്ഥാനത്ത് അരമണിക്കൂറോളം വൈകിയാണ് ഇത് തുടങ്ങിയത്. ഏകദേശം 2.5 മണിക്കൂറിനുള്ളിൽ ടൈറ്റാനിക് മുങ്ങിത്താഴുകയും ചെയ്തു. ഇതോടൊപ്പം കപ്പൽ നിർമ്മിക്കുവാൻ ഉപയോഗിച്ച മെറ്റീരിയൽസ് കുറച്ചുകൂടി നിലവാരമുള്ളവയായിരുന്നെങ്കിൽ ടൈറ്റാനിക് മറ്റൊരു രക്ഷാപ്രവർത്തനം എത്തുന്നതുവരെയെങ്കിലും തകരാതിരുന്നേനെ എന്ന വാദവും കപ്പലിൻ്റെ അവശിഷ്ടങ്ങൾ പരിശോധിക്കുന്നതിനിടെ ഗവേഷകർ വ്യക്തമാക്കി. എഴുത്തുകാരനായ സെനാൻ മൊളോണിയുടെ വാദങ്ങളും ഗവേഷകരുടെ കണ്ടെത്തലുകളുമെല്ലാം കപ്പലിലുണ്ടായ തീപിടുത്തമാണ് ഇത്രയും വലിയൊരു അപകടത്തിലേക്ക് ടൈറ്റാനിക്കിനെ തള്ളിവിട്ടിട്ടുണ്ടാവുക എന്ന തിയറിയിലേക്ക് നമ്മെ എത്തിക്കുന്നത്. തീപിടുത്തവും മഞ്ഞുമലയും ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില കോയിൻസിഡൻസുകളുമാണോ RMS ടൈറ്റാനിക്കിനെ അതിൻ്റെ ആദ്യ യാത്രയിൽ തന്നെ അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ അടിയിലേക്ക് തള്ളിവിട്ടത് എന്ന ചോദ്യമാണ് 100 വർഷത്തിന് ശേഷവും ശാസ്ത്രലോകത്തെ ചുറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളിതിൽ ഏത് കാരണമാണ് ടൈറ്റാനിക്കിനെ തകർത്തിട്ടുണ്ടാവുക എന്ന് വിശ്വസിക്കുന്നത്? ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ്സ് ബിലോ.